എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എന്നെ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ ആണ് ഗൈസ്. നമ്മുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു വെഡിങ് ആനിവേഴ്സറി. അങ്ങനെയല്ല കേട്ടോ, കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമല്ല വെഡിങ് ആനിവേഴ്സറി, അതായത് ബർത്ത്ഡേ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു വെഡിങ് ആനിവേഴ്സറി. അത് കാരണം ആരും അതങ്ങനെ മറക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇപ്രാവശ്യം നമുക്ക് ജനിയാൻറ്റി കേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് മുറിക്കുന്നത് മാത്രമായിട്ട് എങ്ങനെ വീഡിയോ ഇടുക. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്നാൽ വേറെ കുറച്ച് സീക്രട്ട് പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഭാഗ്യന് കുറച്ച് സർപ്രൈസ് സമ്മാനങ്ങൾ മേടിച്ചിട്ടുണ്ട്, അത് കൊടുക്കാം. ഭാഗ്യന് അപ്പുറത്തുണ്ട് കേട്ടോ. ഭാഗ്യന് ഒരു ക്ലൂ ഇല്ല. ഭാഗ്യനോട് കുറേ ചോദിച്ചു, മോൻ എന്താ വേണ്ടേ, വാച്ച് മേടിച്ചു തരട്ടെ. വാച്ച് മേടിക്കാൻ പോയാള്. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട കേട്ടോ, ഞാൻ വാച്ച് അങ്ങനെ നമ്മുടെ ഒരൊറ്റ വാച്ചിൻ്റെ ഒരു ഗോൾഡൻ്റെ വാച്ച്, അത് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ എനിക്കുണ്ടല്ലോ വാച്ച് എന്നൊക്കെ പറഞ്ഞ ആളെ ഞാൻ പിന്തിരിപ്പിച്ചു അതിൽ നിന്ന്. പക്ഷേ ഭാഗ്യന് ഞാൻ കുട്ടി ഒരു 11 സമ്മാനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്ക് റാപ്പ് ചെയ്ത് ഒരു ട്രഷർ ഹണ്ട് പോലെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അതിനേക്കാളും മുമ്പ് നമ്മൾ വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, നമ്മൾ 8 പേരുണ്ട്. ഏട്ടായി, ചേച്ചി, കുഞ്ഞൻ, ഞാൻ, ശ്രീകുട്ടൻ, ഭാഗ്യൻ, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അവിടെ അന്ന് നമ്മൾ പൊരിച്ച ചിക്കൻ കടിച്ചു വലിക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് പൊറോട്ടയൊക്കെ വെച്ച് വേറൊരു രീതിയിൽ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്യാമറയും ഇതുപോലത്തെ ഒരു സിറ്റുവേഷനും ഒരു ട്രൈപോഡൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ തോരാതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. വാ നമുക്കപ്പോൾ പോവാം. ഇവിടെ എല്ലാവരും ഉണ്ട്. നമുക്ക് പോയിട്ട് ചിക്കനും അതുപോലെ തന്നെ നമ്മുടെ ട്രഷർ ഹണ്ടിനുള്ള സംഭവങ്ങൾ സെറ്റാക്കാം. അങ്ങനെ കുട്ടികളെ ഞങ്ങൾ ഒത്തുചേർന്നിട്ട് 11 കൊല്ലായി. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ട്രോഫി വന്നിട്ട് 10 കൊല്ലായി. 10 കൊല്ലായിട്ടില്ല കേട്ടോ, ആവാൻ പോകും. ഭാഗ്യ, ഞാനൊരു സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ തുടങ്ങിയ പോലെയാണോ ഇപ്പോ? തുടങ്ങിയപ്പോ ഭയങ്കര പൊട്ടലും ചീറ്റലാണെന്നല്ലേ. അപ്പൊ കുട്ടികളെ ഞാനപ്പോ പതുക്കെ ചേച്ചി ചേട്ടനൊക്കെ വൈകുന്നേരം ആകുമ്പോൾ വരും. അവർക്ക് കഴിക്കാനായിട്ട് നമ്മൾ അന്ന് നമ്മുടെ പടിയിറങ്ങി പോയ ചിക്കൻ ഉണ്ടല്ലോ പകുതിക്ക് വെച്ച് അതിനെ പുനർജീവിപ്പിക്കാൻ പോവുകയാണ്. കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് വിചാരിച്ച പോലെ തന്നെ എപ്പോഴും നമ്മളെല്ലാ വ്ളോഗുകളിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ സർപ്രൈസ് കൊടുക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ ട്വിസ്റ്റ് ഏറ്റവും ലാസ്റ്റാണ് സംഭവിച്ചത്. അതൊക്കെ നമുക്ക് അവസാനം കാണാം. എങ്കിലും ഇന്നത്തെ വീഡിയോയിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സുകൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ അങ്ങനെ തന്നെ നിർത്തി പിടിച്ചാലോ. അങ്ങനെ കാട നമ്മളിതാ ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കാടമുട്ട ഇടുന്ന കോഴി ഫ്രൈ ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ചിക്കൻ്റെ ഉള്ളിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ഉപ്പും മുളകൊക്കെ പിടിക്കുകയുള്ളൂ. പണ്ട് നെസ്റ്റോലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ചിക്കൻ അങ്ങനെ തന്നെ പുഴുങ്ങി തരികയാണ് അമ്മ ചെയ്തിട്ടുള്ളതെന്നാണ് ശ്രീകുട്ടനും കുഞ്ഞനും പറയാറുള്ളത്. അപ്പോൾ നമുക്ക് പുഴുങ്ങാതെ തന്നെ ഉപ്പും മുളകൊക്കെ പിടിക്കുന്ന രീതിയിൽ കുറച്ചധികം നേരം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കനൊക്കെ അതായി കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് നമ്മൾ കട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഞാൻ ഇത്തിരി ഉപ്പ് കൂടുതലിട്ടായിരുന്നു കേട്ടോ. ഉപ്പ് കുറച്ചിടണേ. ചിക്കൻ പൊതുവെ മീറ്റിലൊരു ഉപ്പ് ഉണ്ടെന്ന് പറയണേ. അപ്പോൾ നമ്മൾ പിന്നെ അതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് നമ്മുടെ മഞ്ചൂരിയൻ്റെ മസാലയാണ്. അല്ലെങ്കിൽ നമുക്ക് 65ൻ്റെ മസാലയൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ, അത് ചേർക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഹെർബ്സൊക്കെ ചേർത്തായിരുന്നു കേട്ടോ. അതൊക്കെ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്താൽ മതി. ഒറിഗാനോ, പെരി പെരിയുടെ ആ ഒരു മസാല അതൊക്കെയാണ് ചേർത്തത്. പിന്നെ സോയാ സോസ് ചേർക്കുമ്പോഴും ഇത്തിരി ഉപ്പുണ്ടല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ട് നല്ലൊരു ഫ്ലേവറും വരും. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന ടേസ്റ്റ്. കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വെള്ളവും ചേർത്ത് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ കുരുമുളക് ചേർക്കാൻ മറക്കണ്ട. കുരുമുളകിന് ഒരു പ്രത്യേക ഫ്ലേവറല്ലേ, നമ്മുടെ ഒരു നാടൻ ടച്ചൊക്കെ കിട്ടും. നമുക്ക് വീട്ടിലുള്ളവർക്കൊക്കെ നാടനാണ് എപ്പോഴും കൂടുതൽ ഇഷ്ടം. അത് കാരണം കൊണ്ടാണ് നമ്മൾ നാടൻ സ്റ്റൈലിലേക്ക് പോകുന്നത് കേട്ടോ, വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാരിനേറ്റ് ചെയ്ത് വറുത്തെടുത്താൽ മതി. അമ്മ ലാസ്റ്റ് പറയുന്ന പോലെ തന്നെ ആഘോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു അവസരങ്ങൾ ഉണ്ടാക്കി ആഘോഷിക്കുന്നതായിരിക്കും ബെറ്റർ. കുറച്ചും കൂടി ലൈവായിട്ട് പോകാൻ വേണ്ടിയിട്ടെന്ന് തോന്നാറുണ്ടല്ലേ. നിങ്ങൾക്ക് തോന്നുന്ന പോലെ തന്നെ എനിക്കും തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിശ്രമങ്ങളുടെ ഇടയിലാണ് നമ്മളും. എപ്പോഴും എന്താ പറയുക, ഓട്ടവും തിരക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കുറച്ച് നിമിഷങ്ങളൊക്കെ വീണ് കിട്ടുമ്പോഴേ അതൊക്കെ പരമാവധി ആസ്വദിക്കാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് ലൈഫ് മുന്നോട്ട് പോകുന്നു തോന്നുന്നു. അങ്ങനെ നമ്മൾ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ബാക്കി വന്ന
നമ്മുടെ മസാലയിൽ നമ്മുടെ പാർട്സ് ഉണ്ടല്ലോ, ചിക്കൻ്റെ പാർട്സും അതുപോലെ തന്നെ മുട്ടയും നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിൽ തക്കാളി, മല്ലിയില, സവാള, പിന്നെ കുറച്ച് നമുക്ക് എന്തെങ്കിലും പച്ചക്കറികൾ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്ന് പുരട്ടി കൂട്ടി നമ്മുടെ കുറച്ച് പുളിയും പിന്നെ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഉടയാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് തിരുമ്മിക്കയറ്റാം. അതായത് നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് വെക്കുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോഴേ എനിക്ക് ഇത് കഴിക്കുന്ന ഭാഗം മിസ് ചെയ്ത് പോയി. അപ്പോൾ ഒരുപാട് ചേച്ചിമാർ ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ വരെ മെസ്സേജ് അയച്ചായിരുന്നു, ശ്രീ അങ്ങനെ സൂക്ഷിക്കണേ, അതല്ലട കാണാൻ, അത് നമ്മൾ ചെയ്ത കാര്യത്തിൻ്റെ ഒരു പൂർണ്ണത വരണമെങ്കിൽ അത് കഴിക്കണതും കൂടി കാണിക്കണ്ടേ, ഇത്രയും നല്ല ചെയ്തിട്ടത് ഓപ്പൺ ചെയ്ത് കാണിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് എന്നോട് കുറേ പരാതി പറഞ്ഞു. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ബർത്ത്ഡേ ആരുടെയെങ്കിലും ഒക്കെ വരുമ്പോൾ ഇതുപോലെ ഒരു സംഭവം ഉണ്ടാക്കി നമുക്ക് ജസ്റ്റ് നമ്മൾ ഒന്ന് തുറന്ന് കാണിച്ച ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുത്തണം എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ അതൊന്ന് നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ മേക്ക് ചെയ്യുന്ന ഒരു കമ്പി ഉണ്ട്, ഒരു കെട്ട് കമ്പി പോലത്തെ കമ്പി, അതുകൊണ്ട് തന്നെ സൂചി നൂലിലൊക്കെ കോർത്ത് ഗ്രില്ല് ചെയ്ത് സത്യം പറഞ്ഞാൽ അതിനതായി ഒരു കാണുന്ന രീതിയിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. നമ്മുടെ ഓവനിൽ വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും അതിൻ്റെ ഉള്ളിലത്തെ നെയ്യൊക്കെ ഇറങ്ങി വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് ഫുള്ളി കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ 1 hour എടുക്കും കേട്ടോ. അപ്പം അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ വന്നത് തന്നെ വാഴലയും കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ വൈകുന്നേരം ആയപ്പോഴാണ് ഈ പരിപാടിയൊക്കെ തുടങ്ങിയത്. ഒരു 5 മണിക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 6 മണിയാകുമ്പോഴേക്കും പുള്ളിക്കാരൻ സെറ്റായിട്ട് കിട്ടും. സമ്മാനങ്ങളുണ്ട് പക്ഷേ അപ്പം ഞാനൊക്കെ കൂടി ഇനി നമ്മുടെ ഒരു പേപ്പറിലൊക്കെ പൊടിഞ്ഞ് നല്ല ഗിഫ്റ്റ് പേപ്പറാക്കിയിട്ട് ഗ്ലൂ എഴുതണമല്ലടാ. എന്നിട്ട് വീടിൻ്റെ പല മൂലകളായിട്ട് സ്ഥാപിച്ച് ഭാഗ്യനെ കൊണ്ട് എടുപ്പിച്ച് നമുക്ക് തുറന്നു നോക്കിക്കാം. പിന്നെ ഒന്ന് രണ്ടെണ്ണം ഞാനല്ലേ തന്നിട്ടില്ല കേട്ടോ, ഇപ്പം വന്നോളൂ. അതെടുത്തതല്ലേ. അപ്പൊ ഞങ്ങൾ വീട്ടിൽ പൊടിഞ്ഞിട്ട് വരാം കേട്ടോ. ഇങ്ങനെ ഒരു പരിപാടി സെറ്റ് ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചത് കുഞ്ഞനാണ് കേട്ടോ. ഞങ്ങളാണ് ഇരുന്ന് നമ്മുടെ സമ്മാന പൊതികളൊക്കെ പൊതിഞ്ഞത്. അങ്ങനെ കുറച്ച് സമ്മാനങ്ങളൊക്കെ ആമസോണിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പോയപ്പോൾ മേടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ തൃശ്ശൂർ പോയിട്ടല്ലേ വന്നിട്ടുണ്ടായിരുന്നേ, കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിട്ടില്ലേ, അപ്പോൾ അവിടെ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മളിതാ റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യനെ അറിയാതെ എന്തെങ്കിലും മേടിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. കൂടുതലും ഭാഗ്യൻ്റെ കൂടെയല്ലേ നമ്മുടെ സഞ്ചാരങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. പിന്നെ ഭാഗ്യന് ഈ ഇടയ്ക്കായിട്ട് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആവാൻ ഞാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ആളെ ജിമ്മിനൊക്കെ പറഞ്ഞു വിടാൻ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ഐറ്റംസൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് നാളായിട്ടുള്ള എൻ്റെ സമ്പാദ്യങ്ങൾ കൂട്ടി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഗിഫ്റ്റുകളൊക്കെ അതേ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ലൂകളൊക്കെ വളരെ സിമ്പിളായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പരിപാടികൾ കഴിക്കണമല്ലോ, നമുക്ക് ഭക്ഷണം കഴിക്കാനുണ്ട്, പിന്നെ നാളത്തേക്ക് കുറച്ച് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. നാളെയാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി. അത് കാരണം കൊണ്ട് അന്നേക്ക് കുറച്ച് ഫ്രണ്ട്സിനെ വിളിക്കണമെന്ന് ഭാഗ്യന് ഭയങ്കര നിർബന്ധമാണ്. ഭാഗ്യന് കുറച്ച് നല്ല അടുത്ത കൂട്ടുകാരുണ്ട്. നമുക്ക് പിന്നെ 1-2 നമ്മുടെ എൽസി ആൻറ്റീനെയും ഇളയമേനെയും ഒക്കെ വിളിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാടൊന്നും ഇല്ല കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ ആഘോഷങ്ങൾ നല്ല രീതിയിൽ നടത്താറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ വലിയ വിപുലമായിട്ടുള്ള രീതിയിലൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ മാത്രം മതി എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറേ പേരൊക്കെ ഒഴിവാക്കിയത്. അപ്പോൾ ചിലപ്പോൾ പരാതി പറയായിരിക്കും, എങ്കിലും സോറി, നമ്മൾ ഒരുപാട് വലിയ രീതിയിലൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ടാണ് അങ്ങനെ നമ്മൾ നമ്മുടെ സമ്മാനപ്പൊതികളൊക്കെ പൊതിച്ച് കഴിഞ്ഞ് നമ്മുടെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന പൊറോട്ട ഉണ്ടല്ലോ, അത് ഞാൻ അടിച്ചു നോക്കുകയാണ്. പൊറോട്ട അടിക്കൽ ഭയങ്കര ഭംഗിയുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇട്ടിട്ട് കൊടുത്തപ്പോൾ ഇത് സംഭവം വീഴുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ചിക്കൻ വളരെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ വേണ്ടിയിട്ട്. നല്ല ഇങ്ങനെ ഡാർക്ക് കളറിൽ നല്ല ചോക്ലേറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും എരിവും പുളിയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പൊടിക്ക് ഉപ്പ് കൂടി പോയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉപ്പ് കുറച്ച് ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ആ വാഴയില വാട്ടിയതിൽ നമ്മൾ പൊറോട്ടയൊക്കെ അടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചേച്ചി വന്നു, അപ്പോഴേക്കും അച്ഛൻ വന്നു, അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടായി ഒക്കെ വന്ന കാരണം കൊണ്ട് അവർ ഹെൽപ്പ് ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമ്മൾ ഫോയിൽ പേപ്പർ ഒഴിവാക്കിയായിരിക്കും നല്ലത്. അമ്മ പറയൂട്ടോ എന്തിനാണ് ഫോയിൽ പേപ്പർ ഒഴിവാക്കണേന്ന്. അപ്പോൾ നമ്മൾ വാഴയുടെ ഉള്ളിൽ മാത്രം വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഓവനിൽ വെക്കാം കേട്ടോ. ഫോയിൽ പേപ്പർ ഇല്ലേ, അത് വെക്കുമ്പോൾ നമുക്ക് ചെയ്യാറില്ല. ഓവനിൽ വെക്കുമ്പോൾ സ്പാർക്കിങ് വരികയാണേ. അപ്പൊ നമ്മളിത് എല്ലാം മാത്രം വെച്ചാൽ മതിട്ടാ. മക്കള് ഇനി അത് വെക്കായാലും അങ്ങനെ ഒരു ഡേഞ്ചറാണ് അത്. ചിലർക്ക് അറിയാം, നമ്മൾ ആദ്യം ഇത് വെച്ചതേ. അപ്പൊ അത് ശരിയാവില്ല. തീ ഇങ്ങനെ സ്പാർക്കിങ് വരും, വേഗം നമ്മൾ നിർത്തി. അത് നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റിയില്ല.
അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അത് അപകടമാണ് അത്. അപ്പൊ അത് വെക്കണ്ട. അപ്പൊ നമുക്ക് ഇല മാത്രമായിട്ട് വെച്ചാൽ മതി. ഇല മാത്രമാകുമ്പോൾ നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. വാടിയ ഇല ആയതുകൊണ്ട് നമ്മളത് ഒന്നായിട്ട് പൊതിഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അത് പറ്റാത്ത കാരണം നമ്മൾ ഇല മാത്രമായിട്ട് വെക്കാൻ പോകട്ടെ. അപ്പൊ ഇത് നമ്മുടെ പാത്രത്തിൽ സാധാരണ നമ്മൾ ഇങ്ങനെയാണ് വെക്കാറ്, അതുപോലെ വെച്ചാൽ മതി. ഈ ചിക്കനൊന്നും നമ്മൾ ഇതുവരെ വെച്ചിട്ടില്ലേ, ഇത്ര വലിയ ഇതാക്കിയിട്ട്. അതാണ് അതിൽ വെച്ചപ്പോഴാണ് അത് ശരിയാവാണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ നമ്മള് എല്ലാ പരിപാടികളും കഴിഞ്ഞു. കറണ്ട് പോയിട്ട് നമ്മളവിടെ ഓവനിൽ നിന്ന് നമ്മുടെ കഴിക്കാനുള്ള നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള ചിക്കനെ പുറത്തെടുത്തു. പൊറോട്ടയും ചിക്കനും നമ്മൾ കൊണ്ടുപോകും. ഹായ്, അങ്ങനെ ഭാഗ്യം വന്നു. അപ്പൊ നമ്മള് തുടങ്ങാൻ പോവാണ് കേട്ടോ. ആക്ച്വലി ഇന്നെന്റെ പിറന്നാളാണ് കേട്ടോ. എല്ലാവരും വിഷ് ചെയ്ത ഹാപ്പി ബർത്ത്ഡേ പറയാം. ഹാപ്പി ബർത്ത്ഡേ മോളു. ഹാപ്പി ബർത്ത്ഡേ പറയ ഭാഗ്യ. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ. ഓ അച്ഛാ പറയച്ചാ. ഹാപ്പി ബർത്ത്ഡേ. ചോദിച്ചു മേടിക്കാൻ ഞാൻ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ബർത്ത്ഡേ ആണെന്ന്. പക്ഷെ ബർത്ത്ഡേക്ക് മുമ്പ് എവിടെ ഭാഗ്യ യു ഹാവ് എ സർപ്രൈസ്. മനസ്സിലായില്ല. ഏയ് ഭാഗ്യനൊന്നും മനസ്സിലാവില്ല ആ കാര്യം. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ അവർക്കൊന്നും മനസ്സിലായിട്ടില്ല ആർക്കും. മധുരം കൊടുക്കട്ടെ. ഇത് 4 എണ്ണം കഴിച്ചാൽ അടുത്ത ക്ലൂ തരല്ലോ. ആക്ച്വലി ഭാഗ്യന് കുറച്ച് ക്ലൂകൾ ഉണ്ട് കേട്ടോ. മതി കഴിച്ചത് ഗർഭിണികൾക്ക് ഭാഗ്യനെ ഗർഭിണി അതന്നെ. ഹൽദി ക്ലൂ നമ്പർ 1. ഇതാണ് ഭാഗ്യനുള്ള സർപ്രൈസിന്റെ തുടക്കത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് സുഹൃത്തുക്കളെ, ഭാഗ്യ മഹാജനങ്ങളെ. ഇവിടെ ആർക്കൊന്നും അറിയില്ല. അതിലുള്ള പോലെ വായിക്കണം എന്നില്ല ഒരുക്കിയ സമ്മാന പൊതിക്കായി ജീവിതയാത്രക്കിടയിൽ ഏറ്റവും മനോഹരമായ നിമിഷം, എല്ലാം മറന്നുള്ള ഉറക്കമാണ്. അതെവിടെയാ ക്ലൂ ആണത്? ആ ക്ലൂ ഇരിക്കുന്നോടത്ത് സമ്മാനം ഉണ്ട്. ഒരുക്കിയ സമ്മാന പൊതിക്കായി സമ്മാന പൊതി ഉണ്ട്. ജീവിത യാത്രക്കിടയിൽ ഏറ്റവും മനോഹരമായ നിമിഷം, എല്ലാം മറന്നുള്ള ഉറക്കമാണ്. അപ്പൊ ഉറങ്ങണ സ്ഥലത്ത് പോയി അങ്ങനെ തന്നെ ഭാഗ്യ. കുട്ടിക്ക് കളി മനസ്സിലായി. തപ്പ് ബെഡ്ഷീറ്റൊക്കെ ആദ്യത്തെ സമ്മാന പൊതിക്കായി തപ്പിക്കൊണ്ടിരിക്കുന്ന ഭാഗ്യൻ. ചൂട് പറയണ പോലെ ചെറിയ ചൂട് ഗിഫ്റ്റ് ബോക്സിൽ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടുണ്ടാവും. തണുത്തു കണ്ടെത്തി. അത് ഇത് തുറക്കട്ടെ ആദ്യം. ഇതെന്റെ പുത്തൻ ഡ്രൈവർ. എങ്ങനെയുണ്ട്? തല്ലി പൊട്ടിച്ച ചവിട്ടി കൂട്ട് ഞാൻ. അടുത്ത ക്ലൂ ഓ ഇത് വെച്ചിട്ട് വായിക്കാം. റിപ്പോർട്ട് ചാനൽ കണ്ട് മിഴുന്ന വലഞ്ഞ വിശന്നാണോ ഉദ്ദേശിച്ചത്? വിശന്ന് വലഞ്ഞ് അങ്ങനെ തന്നെ വായിക്കാം. പാതിരാത്രി 12 മണിക്ക് നിങ്ങൾ എന്റെ വാതിൽ തുറന്ന് കള്ളനെ പോലെ വല്ലതും വാരി തിന്നു. അടുക്കളയിലേക്ക് പോണം. ഭാഗ്യനടുത്ത ക്ലൂവിനായിട്ട് നമ്മുടെ വീടിന്റെ അടുക്കളയിലേക്ക് പോകുന്നു. ചേട്ടൻ പാതിരാത്രി 12 മണിക്ക് എന്താ കഴിക്കാറില്ലെന്ന് ആലോചിച്ച്. പാതിരാത്രി എന്താ കഴിക്കാറുള്ളത് പൊതുവെ? വൈകുന്നേരമായ ചോറാണോ കഴിക്കുക? അപ്പൊ എന്തിട്ടാ എവിടേക്കാ പോകണ്ടേ?
കൊറേ തപ്പിയാലേ കിട്ടാറുള്ളൂ. അന്വേഷിക്കുവേൻ കണ്ടെത്തും മുട്ടുവേൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചൂട് 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 അയ്യേ ചൂട് ചൂട് ചൂട്. ആ ഞാൻ ബിസ്ക്കറ്റ് ഇരിക്കാറ് പാത്രത്തിന്റെ ഉള്ളിലാണ്. ഇത് പൊട്ടിക്കട്ടെ. അതെന്തായിരിക്കും? ബർമൂഡിയ. അതെന്തിനാ എന്തിനാ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കുറച്ച് ദിവസം മുന്നേ? പറയരുതാ ഇതല്ലേ ഇതിപ്പോ ഇടണ? ഇടണ്ട, കാണിച്ചു കൊടുത്താൽ മതി. അവർക്ക് കാണാനൊരു താല്പര്യം ഉണ്ടാവും. ജിമ്മിന് പോകണ്ടത് അതുകൊണ്ട് ആൾക്ക് ബർമൂഡ വേണമെന്ന് പറഞ്ഞായിരുന്നു. അടിപൊളി സാധനം. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. ഞാനിന്ന് കൈയടിക്കുന്ന ആള് ജിമ്മിൽ പോയി തുടങ്ങണമല്ലോ. ജിമ്മിന് പോയി പോവാൻ വേണ്ടിട്ട് പോവാൻ വേണ്ടി ഇഷ്ടപ്പെട്ട കളറാട്ടാ. അടിപൊളി. അതന്നെ അത് ഞാൻ മേടിച്ചായിരുന്നു. ചിലപ്പോ ഉള്ളത് പറയില്ല. ഇതെത്രണ്ട്? ഭാഗ്യ ഭാര്യയെ ആദ്യം തങ്ങൾ അന്വേഷിക്കുന്നത് എവിടെയാണ്? അവിടെ അവൾ സ്വസ്ഥമായി ജനങ്ങളിലേക്ക് വഴി തുറക്കുന്നു. സ്ഥലം അറിയാലോ. പറഞ്ഞിട്ട് പോവാ. അതിനേഷിക്കാൻ അവിടെ വീട്ടിൽ അറിയാം. ആട്ടാ എത്രാമത്തെ സമ്മാനം കിട്ടിയത്? എണ്ണിക്കോട്ടാ. ഒന്ന് എവിടെയാ? ആ ജിലേബി തൊട്ട് 1 2 3 4 ഇവിടെ ബാക്കിലുണ്ടാവും ബാക്കിലുണ്ടാവും. എന്നെ അന്വേഷിക്കുന്നത് അന്വേഷിക്കുന്ന കസേര കണ്ടു കുരിച്ചു ആള്. ഇനി അതിന്റെ ഉള്ളിൽ തപ്പ് അവിടെ ചൂട് 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 കണ്ടില്ലേ? ചൂട് 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 ഒന്നിരുന്ന് നോക്കി. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. സെൻട്രൽ ഓ ഇതിന്റെ അടിയില് ഇത് നല്ല കനപ്പെട്ട സമ്മാനമാണല്ലോ. അതാർക്കും അറിയില്ല. അറിയാം, ബട്ട് എനിക്കറിയില്ല. ഓ എനിക്കൊരു ഗസ് ഉണ്ട്. വാച്ച്. നിസ്സാര വാച്ചല്ല. നിസ്സാര വാച്ചല്ല, ഞാൻ സെറ്റ് ആക്കി തരാം. ഫയർ ബോൾട്ട്. അമ്മേ ഫയർ ബോൾട്ടിന്റെ അല്ലേ? ഉറപ്പാകാൻ പിടിച്ചോ. ഭാഗ്യന്റെ മുഖത്തെ ഭാവങ്ങൾ മാറി പറയുന്നില്ല. ഭാഗ്യ വാച്ച് കണ്ടിട്ട് 5 മിനിറ്റ് സ്ഥിരമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലേ അപ്പൊ വാച്ച് ഒന്ന് വൈബ്രേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളോട് പറയും എന്നിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ മതി. ഇങ്ങനെ പണിയെടുപ്പിക്കുന്ന വാച്ചാണല്ലേ അപ്പത്? ഞാൻ കുറേ നാളായിട്ട് കാട്ടില് ഏട്ടന് മേടിച്ചിടാൻ വേണ്ടിട്ട് ഇട്ടുണ്ടായിരുന്നതാ. മേടിച്ചെന്നാലും ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ. മോനെ സീനാണ് മോനെ. നാട്ടെ ഇത് പൊളിക്കാലോ? അത് പൊളിക്കാനുള്ളതല്ല, പൊളിക്കാനുള്ളതാ. ഇഷ്ടപ്പെട്ടാ? കൈമാറിച്ച് നോക്കിയേ. കെട്ടണ അതായത് ഭാഗ്യന് പാകാട്ടാ. ഭാഗ്യന് കുറച്ചിങ്ങനെ കിടക്കണ വാച്ച ഇഷ്ടം. ഞാൻ കുറച്ചും കൂടി ഗ്ലേസിങ് പ്രതീക്ഷിച്ചാൽ. ഇതുപോലെ സാധനം ഉണ്ട് മുത്തേ. അതിങ്ങനെ എടുത്ത് കളയുമ്പോഴേ ശരിക്കും ഗ്ലേസിങ് വരുള്ളൂ. കണ്ട ഭാഗ്യം ജിമ്മിന് പോകുമ്പോ ഓടുമ്പോഴും ചാടുമ്പോഴും എത്ര കിലോമീറ്റർ ചാടി എത്ര കിലോമീറ്റർ ഓടി എന്നൊക്കെ ഇഷ്ടമായില്ല. അത് വെട്ടു ഇനി ചിറ്റോടൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എത്ര ഓടി ഇത്ര. പക്ഷെ വാച്ച് ഇഷ്ടപ്പെട്ടോ? അടിപൊളി. പോണെന്നറിയാം. ട്രാക്ക് ചെയ്തു മാമ, ട്രാക്ക് ചെയ്തു. ഇന്ന് കാറിൽ വരുമ്പോ പറഞ്ഞ കാര്യത്തിന് വേണ്ടിട്ടുള്ളത്. ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് തൃശ്ശൂർ കൊണ്ടല്ലേ എന്തോ പരിപാടി ഉണ്ട്. അടുത്ത ക്ലൂ കൊടുക്കട കുഞ്ഞ. കഴിഞ്ഞിട്ടില്ലേ ഭാഗ്യ? നിങ്ങൾ ഇനി ഞെട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ. അതെ, ചന്തുവിന്റെ കളികൾ. ചന്തുവിനെ തോൽപ്പിക്കേണ്ടത് കമ്പനി കാണാൻ പോകുന്നുള്ളൂ. ക്ലൂ കൊടുക്ക്. പട്ടികാട് പോണേ. പട്ടികാട് ചൂടോടെ കഴിക്കാൻ ഞാൻ വേണം. ചൂടോടെ കഴിക്കാൻ ഞാൻ വേണം. ചൂടോടെ കഴിക്കാൻ ചൂടോടെ കഴിക്കാൻ ഞാൻ വേണം. എതിര് വെച്ച് നമ്മള് ചൂടാക്കും. അതിലെന്തെങ്കിലും ഉണ്ടാവും. ഹോട്ടലിലേക്ക് ചൂടോടെ കഴിക്കാൻ എനിക്ക് മനസ്സിലായി. അതിന്റെ ഉള്ളിൽ 2 എണ്ണം എടുത്തോളൂ കേട്ടാ. കള്ളാലേ
നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. അമ്മേ ഇതില് ഇത് പൊതിഞ്ഞു വെച്ചെടുക്കാം അല്ലേ? പൊതിഞ്ഞ് വെച്ചത് എടുത്താ മതി. ആ അടുത്ത ടീഷർട്ട്. ആ രണ്ടാമത്തെ ഇത് കൊറേ ഉണ്ടപ്പോ. 2 ദിവസം ഇടാൻ, ഒരു ദിവസം. പാകാവില്ലേ? പിന്നെ അപ്പൊ എത്രാമത്തെ സമ്മാനം കിട്ടിയെന്ന് പറയും? ഇത് 5ാമത്തെ. ഉറപ്പാ? എങ്ങനെയാ? ജിലേബി, ജിലേബി, കണ്ണാട, ടീഷർട്ട്, വാച്ച്, ടീഷർട്ട്. കുഞ്ഞിനോട് ക്ലൂ വെച്ചോ? ക്ലൂ താഴെ ക്ലൂലാണ് ഞങ്ങളുടെ എല്ലാവരും. നല്ല പരിപാടിയാട്ടാ. കൊറേ സാധനങ്ങൾ ഞാന് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിരുന്നതിന്റെ കാര്യം ലാസ്റ്റ് പറയാട്ടാ. ബർത്ത്ഡേ എങ്ങനെ ആഘോഷിക്കാൻ കൂട്ടി കൂടില്ല ആരെയും. ശ്രീകുട്ടന്റെ പിന്നെയും കേടാവാതെ തണുപ്പോടെ ഞാൻ എല്ലാത്തിനെയും സൂക്ഷിക്കുന്നു. ഫ്രിഡ്ജിലേക്ക് പോണം. കേട്ടില്ലേ ഞങ്ങള്? കേടാവാതെ തണുപ്പോടെ ഞാൻ എല്ലാത്തിനെയും സൂക്ഷിക്കുന്നു. ഓക്കെ, അടുത്തല്ലേ? എടുത്തോ. സമ്മാനപ്പൊതി എവിടെയായിട്ട് എടുത്തോ? മോതിരം. മോതിരം കടക്കും. അടിപൊളി. 6 സമ്മാനം. ഇത് മിക്കതും 11 സമ്മാനമായിരിക്കും അല്ലേ? തോന്നി. പാതുകങ്ങൾ പൂജിച്ചു വെക്കുന്ന ശ്രീഭരതെ പാതുകങ്ങൾ എവിടെ സൂക്ഷിക്കുക? എവിടെ സൂക്ഷിക്കണം? അവിടെ സൂക്ഷിക്കാറുണ്ട്, ഇവിടെ സൂക്ഷിക്കാറുണ്ട്. സൂക്ഷിക്കുന്ന സ്ഥലത്താ. കാരണം മനസ്സിലായ? മനസ്സിലായി. ഇങ്ങോട്ട് വന്നോ കൊണ്ട് ക്ലൂ എടുത്തോടാ. ഇത് ഭയങ്കര ആവശ്യമുള്ള സാധനമായിരുന്നു. വള്ളിയൊക്കെ പൊട്ടിയിട്ടായിരുന്നു. അല്ല ഇത് വളരെ അത്യാവശ്യമായിരുന്നു. മറ്റേ വള്ളിയിൽ ഇങ്ങനെ പൊട്ടാൻ ഒരു 4 ബാക്കിയുള്ളൂ. കിട്ടുവട്ടെ. കരയൊന്നുമില്ലേ? ഇത് സമ്മാനം കിട്ടുമ്പോ കരയണം. ഞാനല്ലെങ്കിൽ ഓറാതെ പറയാറ് അവര്. 7-8ാമത്തെ അല്ലേ? അമ്മേ നാരായണ ദേവി നാരായണ. ഞങ്ങളുടെ അത് പറയും. അടിപൊളി. പെട്ടെന്ന് മനസ്സിലാവും. അല്ലാണ്ട് പിന്നെ ദിവസം മുഴുവൻ ഓടി കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. വീഡിയോ കഴിയണ്ടേ? കുഞ്ഞിനെ അറിയില്ല അത് എവിടെ വെച്ച് നോക്കണേന്നല്ലേ? എനിക്കറിയാം. എല്ലാം തുറന്നൊക്കെ നോക്ക്. എനിക്കൊരു കാര്യം അറിയാം. ചട്ടിയില് വെക്കണ്ടേ? ഇതെന്തോ ആടെ? വേറെ എനിക്ക് എവിടെയാന്നറിയാം. വേറെ അടുത്തത് എവിടെയാന്നറിയാം. നോക്കിയാൽ എനിക്കറിയാം. മനസ്സിലായി. എന്നിട്ട് ശ്രീകുട്ടാ സർപ്രൈസ് എനിക്ക് മനസ്സിലായി. എനിക്കറിയാം. കഴിച്ചേനാ ദൈവമേ. കയ്യിലിങ്ങനെ ഇട്ട് കാണിച്ചു. എന്റെ കൈ കൊണ്ടിരിക്കുക. ഞാൻ കിട്ടും. പാകാണോ? വലത്തേമ കേട്ടോ? വലത്തേമല്ലേ? പാകാണോ? ആ ഓ മോനെ രംഗണ്ണൻ. അടുത്ത ക്ലൂ നോക്കട്ടെ. 8. ശ്രീകുട്ടന്റെ സമ്പാദ്യപ്പെട്ടി ഭാഗ്യന്റെ സാമ്പത്തിക ഇടം. ഒന്നും കൂടി വായിച്ചു. ശ്രീകുട്ടന്റെ സമ്പാദ്യപ്പെട്ടി ഭാഗ്യന്റെ അത്യാഹിത സമ്പാദ്യ ഇടം. അത് കാശ് കൊടുക്ക ശ്രീകുട്ടന്റെ. ഭാഗ്യവന്റെ അടുത്ത സമ്മാന പൊതിയായിട്ട് ഭാഗ്യം വന്നു. 9 ഗസ് ചെയ്യാൻ ഇത് ഇതായ നിലക്ക് ഞങ്ങൾക്ക് നിൽക്കാത്തൊരു കാര്യമാണ്. ഇപ്പൊ രംഗണനായി.
ഇനി എന്നിട്ട് അതിന്റെ അറിഞ്ഞാടാവും. അവിടെ എത്തുമ്പോൾ ഞാൻ ചേച്ചിയെയും ഏട്ടായിയെയും ഓർക്കും. വീടിന്റെ ഉമ്മറത്തേക്ക് എത്തി നോട്ടം. അവിടെ പോയി നോക്കണം. അവിടെ എത്തുമ്പോ ഞാൻ ചേച്ചി ഏട്ടായി ഓർക്കും. എവിടെ എത്തുമ്പോഴാ? ചേച്ചിയും ചേട്ടന് എവിടെയാ? ആ റൂമിലാവും. ആ ഉമ്മറത്തേക്ക് ഒരു എത്തി നോട്ടം. ആ അവിടെ നിന്ന് വാതിൽ തുറന്ന് പോണ്ടി വരും. നമ്മുടെ വീട് ഇവിടെ നിന്ന് ഉമ്മറത്തേക്ക് എത്തി നോട്ടം അതാണ് കേട്ടോ. നമ്മുടെ ഉമ്മറ അതാണ് കേട്ടോ. അവിടെ ചെന്ന് പൊട്ടിച്ച പോലെ. അല്ല ഇവിടെ ചെന്ന് പൊട്ടിച്ചോ. ഇവിടത്തെ ക്ലൂ എടുത്ത് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് വേണം പോണെങ്കിൽ. ബാക്കിക്ക് അത് കണ്ടതല്ലേ എന്റെ തടി കുറച്ചേ അടങ്ങൂലേ. എത്രയൊക്കെ ചെയ്തിട്ട് ബാക്കി തടി കുറച്ചില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും ഞാൻ. ലാസ്റ്റത്തെ ക്ലൂ ആണ്. എന്റെ വല്ലൂരിൽ തിരിച്ചെത്താൻ കാരണം നീയാണ്. നിന്റെ കാണാനാണ് നിന്നെന്നാണ് ഉദ്ദേശിച്ചത്. നിന്റെ കാണാൻ എഴുതിക്കുന്നുണ്ട്. കാണാനാണ് ഞാൻ ഇത്രയും മനോഹരമായ ആട്ടുതൊട്ടിൽ ഇവിടെ കെട്ടിയത്. മുകളിലായിരിക്കും. കാട് കാണാൻ അതിനുള്ളില് ഷൂ, ജിമ്മു ഷൂ. അത് കൊണ്ടുവരും ചേച്ചി, കൊണ്ടുവരും. ആട്ടുതൊട്ടിൽ കേക്ക് ഓൾറെഡി ഏട്ടൻ കണ്ടതല്ലേ? അതാണ് ഭാഗ്യന് എനിക്ക് തരുന്ന സമ്മാനം. ഫൈനലി അപ്പൊ എത്ര സമ്മാനം കിട്ടി? അപ്പോ 10 ജിലേബി അടക്കം 11 സമ്മാനം. 11ാമത്തെ കേക്ക്. വെഡിങ് ആനിവേഴ്സറി. ആയി. ഇനി ഭാഗ്യനടുത്തതായി എനിക്ക് വേണ്ടി തരുന്ന സമ്മാന പൊതി ഇപ്പൊ ഇവിടെ തുറക്കപ്പെടുന്നതാണ്. ഒന്നും മേടിച്ചില്ലേ? ഞാൻ സമ്മാനം മേടിച്ചില്ല. ഞാൻ മേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. ഞാൻ എന്നാലും ചെറിയൊരു സമ്മാനം മേടിച്ചിട്ടുണ്ടായിരുന്നു. എടുത്തിട്ട് വരാം. അതെനിക്ക് വലിയ സർപ്രൈസ് ആവുന്ന കുഞ്ഞ് സമ്മാനം പറഞ്ഞിട്ട് ശ്രീകുട്ട, യു ഗോട്ട് ഇറ്റ്. It is for me. പടക്കം പൊട്ടിക്കാം. മാമൻ സീൻ. ഓ, അത് മുടി നോക്കുന്നു. ഇത് പൊന്മണിയേ പാസര. അതാണ് ശരിക്കും ഞെട്ടിയേ. ഞാൻ മേടിക്കണ്ടെന്ന് പറഞ്ഞതല്ലേ. വാങ്ങിച്ചതിന് ഇപ്പൊ ആലമുണ്ടാക്കൂ. എന്തേ ഇല്ല മേടിക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ പോയിപ്പോ എന്തോ കാണട്ടെ. നോക്കണില്ല. ഇതാണ് നിങ്ങളുടെ റീൽസ്. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ കുട്ടി അതെ, എന്റെ ഗർഭിണിയല്ല. എന്തെങ്കിലും മുഖം ഒരു സന്തോഷമില്ലാണ്ട്. അമ്മ എന്റെ ചിരിയാ. അമ്മ
അത് ഉരുപ്പ് കൊണ്ടിരുന്നാൽ മതി. ആയല്ലാതെ പോകുമ്പ ഹിന്ദി ആയ അങ്ങനെയല്ലേ. അത് ആ കഴുത്തി കൂടെ കിടക്കുമല്ലോ മോള്. രണ്ട് രംഗണ്ണന്മാരുണ്ട് കേട്ടോ ഞങ്ങളവിടെ. ഇങ്ങനെ കാട്ടിച്ചേ എങ്ങനെ ഇനി നമുക്ക് പറയാ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഭാഗ്യ. പ്രതീക്ഷിക്കാത്ത ടെസ്റ്റുകളോട് കൂടി നമുക്ക് കേക്ക് മുറിക്കാം. ആക്ച്വലി തന്നെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഭയങ്കര സർപ്രൈസ് ആയി. എനിക്ക് ഇന്നേ വരെ ഭാഗ്യം ചോദിക്കാതെ പറയാതെ ഒരു സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പാദസരാണ് കേട്ടോ. ഇവിടെ എല്ലാത്തിനും മോളെ കൊണ്ടുപോയിട്ടോ മേടിക്കാൻ. എല്ലാത്തിനും എന്നോട് ചോദിച്ച എന്റെ അഭിപ്രായമൊക്കെ അറിഞ്ഞ് എനിക്ക് ഇഷ്ടമുള്ളത് മേടിച്ചു തരാറാണ് പതിവ്. ഇത് ഇഷ്ടപ്പെട്ടാ? ഓ സൂപ്പർ അല്ലേ. ആദ്യമായിട്ട് അങ്ങനെ ഒരെണ്ണം കിട്ടിയതാരോ നീ ചോദിക്കാണ്ട് സ്വന്തമായി പോയി. ഞാൻ എല്ലാ പ്രാവശ്യം പരാതി പറയും ഭാഗ്യം എനിക്ക് സർപ്രൈസ് സർപ്രൈസ് തരുന്നത്. പക്ഷെ ഇത്ര വലിയ സർപ്രൈസ് ആവുന്നു പ്രതീക്ഷിച്ചു. ഇമോഷണൽ ഓഫ് ഉണ്ടായി. അപ്പൊ ടെസ്റ്റ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആദ്യമായിട്ടാണ് ഒരു സർപ്രൈസ് ഭാഗ്യം തരുന്നത്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഇതാണ് ആന്റി കൊണ്ടുവന്ന കേക്കിൽ ഒരെണ്ണം കേട്ടോ. 2 കേക്ക് ആന്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു നന്ദിയിലൊന്നും ആന്റിയോടുള്ള കടപ്പാട് ഒതുക്കാൻ പറ്റില്ല. ആന്റി എല്ലാ കൊല്ലം അയക്കാറുള്ളതാണ് കേട്ടോ. ഒരു കൈ മാറ്റി മുറിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ മോളു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അടിപൊളി കേക്ക്. ആദ്യം എല്ലാ പ്രാവശ്യവും കേക്ക് ആ ചേച്ചിനോട് ഉണ്ടാക്കിപ്പിച്ചിട്ട് ആ ചേച്ചിയുടെ ഫാമിലി നമ്മുടെ കടയിൽ കൊണ്ട് ഏൽപ്പിക്കാണ് പതിവ് കിട്ടാ. കേക്ക് ഉണ്ടാക്കിയ ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ്. കഴിഞ്ഞ 3-4 കൊല്ലങ്ങളായിട്ട് ചേച്ചി തന്നെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് ആന്റി പറഞ്ഞിട്ട്. ആന്റിക്ക് പിന്നെ താങ്ക്സ് ഒന്നുമില്ല. നമ്മള് പിന്നെ ആന്റിയുടെ കാര്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെക്കാട്ടിലും അമ്മയെക്കാട്ടിലും എല്ലാവരെക്കാട്ടിലും കൂടുതൽ മോളെയും ഭാഗ്യനെയും ഞങ്ങളെയും എല്ലാവരും സ്നേഹിക്കുന്ന ആളാണ് ആള്. യു ഹാവ് ദ ഡ്യൂട്ടി അമ്മ. ഒരുപാട് ശബ്ദ കോലാഹലങ്ങൾക്കിടയിലാണ് നിങ്ങൾ ഈ വ്ളോഗ് കണ്ടത്. ചിരിച്ചിട്ടുള്ളവരുണ്ടാവും, സന്തോഷം തോന്നിയിട്ടുള്ളവരുണ്ടാവും, ചിലർക്ക് തോന്നുന്നുണ്ടാവും ഇവരെന്തെങ്കിലും ഇത്രയ്ക്ക് ഓവർ എക്സൈറ്റഡ് ആവുന്നതെന്ന് തോന്നിയിട്ടുണ്ടാവും. ഇതൊന്നും അഭിനയമല്ല, ഇങ്ങനെയാണ് ഞങ്ങൾ നാച്ചുറലായിട്ട്. അപ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ എടുക്കാൻ വിനീതമായി അപേക്ഷിക്കുന്നു. ചൂട്ടോടെ ഇങ്ങനെ അപ്പോൾ നമ്മുടെ വിഭവം ഫൈനലി തുറന്നപ്പോൾ ദാ ഈ കാണുന്ന രീതിയിലായിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിരുന്നു. നമ്മൾ ആ കമ്പി കഷ്ണം ഉണ്ടല്ലോ അത് എടുത്ത് കളയാച്ചിട്ടാ. പോകുന്നത് വെട്ടണ്ടി വന്നില്ല. മൊത്തം കിട്ടി. പീസുകളാക്കാം നല്ലത്. കത്തി എടുത്തിട്ട് വാ. കഴിച്ചോ 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 കഴിച്ചോ. ഇത് വെച്ചോ. എന്നിട്ട് ഇത് എടുത്തോ. എങ്ങനെയുണ്ട്? അതിരിക്കും പപ്പയ്ക്ക് അപ്പുറത്ത് ഇരിക്കാം. അമ്മയും ചിക്കനുമായിട്ടുള്ള മൽപ്പെടുത്തോ. ഒരുപാട് സന്തോഷമുള്ള നിമിഷം, ഒരുപാട് സന്തോഷമുള്ള മറക്കാനാവാത്ത ഒരു ദിവസം എല്ലാം സമ്മാനിച്ച നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു കേക്ക് കൂടി ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ നാളെ നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരാൻ നോക്കുന്നുണ്ട്. നല്ല മഴയാണ്, കറണ്ടുമില്ല, ഇൻവെർട്ടർ മഴയാണ് വർക്കിയാണ്. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പതുക്കെ ഞങ്ങളുടേതായ കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാണ്. അപ്പൊ വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഉണ്ടാക്കി, അല്ല ഫംഗ്ഷനുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. വെഡിങ് ആനിവേഴ്സറി പിറന്നാളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആക്കി നമ്മൾ പറ്റാവുന്ന ഒരു ചിക്കൻ വാങ്ങിച്ച് ചെറിയൊരു ഇതാണ് നമ്മൾ ചെയ്തത്. അതുണ്ടാക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആരാ മോനെ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്നത്? അതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ ഹാപ്പി ഹാപ്പി ആയിട്ട് വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.
ശുഭദിനം.